സുഹൃത്തുക്കളെ ഹായ്, എല്ലാവർക്കും ശുഭദിനം. ഇന്ന് നമ്മൾ ഉള്ളത് ഖത്തറിലെ ഒരു അക്കോമഡേഷൻ ക്യാമ്പിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ഈ കൊടും ചൂടിലും നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ ഇത്ര ദുഷ്കരമായ സാഹചര്യത്തിലും ഈ മരങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇവിടെ ഈ മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ച്, അതിൻ്റെ കൂടാതെ തന്നെ പ്രത്യേകത ഈ മരത്തിൻ്റെ ചുവട്ടിൽ കിളികൾക്ക് വേണ്ടി ഫുഡ്, അതുപോലെ ശുദ്ധജലം ഈ വെയിലത്തും. നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യം അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ജലാശയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട്. പക്ഷെ എങ്കിൽ തന്നെ ഞാൻ മറ്റ് ഇന്ത്യയിൽ തന്നെ പലയിടത്തും പൊതു ഇടങ്ങളിൽ പോലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മനുഷ്യനോട് തന്നെ മൃഗങ്ങളും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പക്ഷി മൃഗാദികളെല്ലാം ഈ സമൂഹത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടുത്തേത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ മൈതാനത്ത് കാണുന്ന ഈ പ്രാവുകൾ. ഇത് ഇവിടുത്തെ ഖത്തറിലെ ഒരു പ്രധാനപ്പെട്ട ലേബർ സിറ്റിയാണ്, ഏഷ്യൻ സിറ്റി. നമ്മുടെ ഏഷ്യൻ ടൗണ് സനയ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വളരെ മനോഹരമായി ഈ ഗ്രൗണ്ട് സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല പ്രധാനപ്പെട്ട ഗെയിമുകളുണ്ടാവും. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ ഒരു മാനസികാരോഗ്യവും അവരുടെ ഒരു ശാരീരികക്ഷമതയും കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ഗെയിമുകൾ, ഫുട്ബോള്, ഇത് കണ്ടില്ലേ, ഇത് മാരത്തോണിൻ്റെ ഒരു പോസ്റ്ററാണ് ഈ മുന്നിൽ കാണുന്നത്. ഇതൊരു മാരത്തോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്ററാണ്. അതുപോലെ ഫുട്ബോള്, വോളിബോൾ കോർട്ട് ഇത്തിരി ദൂരത്തിലാണ്. ദൂരത്തിലല്ല, അത് അങ്ങോട്ട് അടുത്ത് വരുന്നുണ്ട്. അങ്ങോട്ട് പ്രധാനപ്പെട്ട വോളിബോൾ കോർട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു റോളർ സ്കേറ്റിംഗ് ചെയ്തു പോകുന്ന ഒരു ആഫ്രിക്കൻ വംശജനെ കണ്ട. അവരിത് അന്യരാജ്യങ്ങളിൽ വന്നതാണെങ്കിലും അവരത് കൃത്യമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിനും വേണ്ടി അവർ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളികൾ, നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ അവരെല്ലാം ഇപ്പം ജോലിയിലാണ്. ജോലി കഴിഞ്ഞ് വൈകിട്ടൊക്കെ ഇവിടെ കാണാം അവധി ദിവസങ്ങളിലും. ഇന്ന് പൊതുവേ സൺഡേ ആയതുകൊണ്ട് ഗൾഫിൽ സൺഡേ അങ്ങനെ ഒരു സംഭവം ഇല്ല. എങ്കിൽ തന്നെ സൺഡേ ആയതുകൊണ്ട് ഒരു ക്രൗഡിൻ്റെ കുറവുണ്ട് ഇവിടെ. അല്ല എങ്കിൽ ഒരു 10 മണി വരെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അപ്പോൾ ഞാൻ വന്നിട്ട് എന്തായാലും കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ജോലിയൊന്നും തുടങ്ങിയില്ല ഇതുവരെ. അതുകൊണ്ട് രാവിലെ പ്രഭാത നടത്താം നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം